യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ചിന്തിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തക്കോണം ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. ഈ ദിവസങ്ങളിൽ കേൾക്കുന്നതായ ദൈവത്തിൻ്റെ വചനം നമ്മെ തീർച്ചയായിട്ടും രൂപാന്തരപ്പെടുത്തും. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണത്തിന് മാറ്റം വരും. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ പരിമിതികളെക്കുറിച്ച് നമുക്ക് നല്ലവണ്ണം ബോധ്യമായി തീരും. പൊതുവെ ആളുകളെല്ലാം നമുക്കറിയാവുന്ന പോലെ അവരിൽ തന്നെ സംതൃപ്തരായി നിൽക്കുന്നവരുണ്ട്. അതെ, എനിക്ക് കഴിവുണ്ട്, എനിക്ക് പ്രാപ്തിയുണ്ട്, എന്നെക്കൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം അതിജീവിപ്പാൻ കഴിയും, എന്ത് പ്രശ്നം വന്നാലും എനിക്കതിനെ നേരിടുവാൻ കഴിയും, എനിക്കതിനുള്ള ബന്ധങ്ങളുണ്ട്, എനിക്കതിനുള്ള ഭരണകേന്ദ്രത്തിലുള്ള പിടിപ്പുകളുണ്ട്. ഇതെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും ദൈവത്തെ ആശ്രയിക്കാതെ ദൈവത്തിൽ നിന്നും അകന്നു പോകുവാനാണ് മനുഷ്യൻ ശ്രമിക്കാറുള്ളത്. ഇന്ന് ആളുകളുടെ വലിയ പ്രശ്നം അതാണല്ലോ. നമുക്കറിയാം, പണ്ടത്തെക്കാളും അധികം ആളുകൾക്ക് ഇന്ന് സാമ്പത്തികമായിട്ടുള്ള ഔന്നത്യം ഉള്ളതുകൊണ്ട് പലരും ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ആ ആഗ്രഹം ഇല്ലാത്തവരാണ്. അഥവാ നമ്മൾ ദൈവിക കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ വളരെ പരിഹാസത്തോടു കൂടിയാണ് ആളുകൾ നമ്മളെ കേൾക്കുന്നതും. അതേപോലെ തന്നെ ആളുകൾ അവരിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് അവർ ചിന്തിക്കുന്നു, ഞങ്ങൾക്കിതെല്ലാം നേടുവാൻ കഴിയും എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ നാളുകളെക്കാളും ദൈവം ആളുകളെ സന്ദർശിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? പലർക്കും സമാധാനമില്ല, പലർക്കും സന്തോഷമില്ല. ജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിലും മനുഷ്യൻ സമാധാനമില്ലാത്തവനായും സ്വസ്ഥത ഇല്ലാത്തവനായിട്ടും അവൻ ജീവിക്കുന്നു. ഭൗതിക കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ കൈവശമാക്കണം എന്നുള്ള ഒരു ത്വര മാത്രമേ മനുഷ്യനുള്ളൂ. അതുകൊണ്ട് മനുഷ്യൻ, അതേ ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ, അന്ത്യകാലത്ത് ആളുകൾ സ്വസ്നേഹികൾ ആയിത്തീരും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നു. ഇന്ന് വീടുകളുടെ ചുറ്റും മതിലുകൾ കെട്ടുവാൻ ആളുകൾ പരിശ്രമിക്കുന്നു. അയൽപക്കങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലാതെ തങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. സാമൂഹിക അവബോധം കേവലം സോഷ്യൽ മീഡിയകളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇതിനെല്ലാം കാരണം മനുഷ്യൻ ദൈവത്തെ കൂടാതെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തെ കൂടാതെയുള്ള ജീവിതത്തിന് അവർ മുൻഗണന കൊടുക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ദൈവം നമ്മുടെ സൃഷ്ടാവാണ്. ദൈവം നമ്മളുടെ കേടുപാടുകളെ പോക്കുന്നവനാണ്. ആ സൃഷ്ടാവ് എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. അതെ, ഒരു വാഹനം, അതിൻ്റെ കമ്പനി അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണ കമ്പനി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയതായ കമ്പനി എന്ന് പറയുന്നത് എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. ഉദാഹരണത്തിന്, ഞാൻ ഉപയോഗിക്കുന്നതായ വാഹനം, ആ വാഹനത്തിൻ്റെ കമ്പനി അത് എന്നേക്കും നിലനിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ആ കാറ് എത്ര നാൾ ഉണ്ടോ അത്രയും നാളും ആ കമ്പനി ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എൻ്റെ കാറിന് ഏതെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് പരിഹരിക്കാൻ കഴിയുന്നത് ആ കമ്പനിക്ക് മാത്രമാണെന്ന് ഞാൻ അറിയുന്നു. നമുക്കറിയാം, ഈ ചില വാഹനങ്ങളുടെയൊക്കെ ആ കമ്പനി തന്നെ നിന്നു പോകുമ്പോൾ ആളുകൾ വളരെ കൺസേൺഡ് ആകാറുണ്ട്. എന്തുകൊണ്ടാണ്? അതിൻ്റെ സ്പെയർ പാർട്സ് കിട്ടുമോ, അതിനൊരു പ്രശ്നം വന്നാൽ അതെങ്ങനെ പരിഹരിക്കാൻ കഴിയും. ഇതുപോലെ തന്നെ മനുഷ്യന് ഒരു ബോധമുണ്ടായിരിക്കണം. എന്നെ സൃഷ്ടിച്ചത് ദൈവമാണ് എന്നുള്ള ഒരു ചിന്ത. അതുകൊണ്ട് ആ ദൈവം ഉണ്ട് എന്നുള്ളതായ ചിന്ത മനുഷ്യർക്ക് സമാധാനം കൊടുക്കുന്നു. അതായത്, എനിക്ക് ഏതെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് ഞാൻ ദൈവത്തോട് സംസാരിച്ച് എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തും എന്നുള്ളതായ കാര്യം. അതുപോലെ തന്നെയാണ് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി കഴിയുമ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റിനോട് കൂടെ ലഭിക്കുന്നതായ ഹാൻഡ് ബുക്ക് അല്ലെങ്കിൽ അതിൻ്റെ മാനുവൽ ബുക്ക്, അത് നമുക്ക് വളരെ സഹായകരമാണ്. ഒരു പ്രൊഡക്റ്റ് വാങ്ങി കഴിയുമ്പോൾ നമ്മൾ ആ ബുക്കിലൂടെ കടന്നു പോകുന്നു. ഇതിന് എന്തൊക്കെയാണ് ആവശ്യം, എങ്ങനെയാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നില്ലേ? അതേപോലെ തന്നെ നമ്മുടെ സൃഷ്ടാവായ ദൈവം, ആ ദൈവത്തിൻ്റെ വചനം, ഇതൊക്കെ നമ്മൾ വായിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് അത് വളരെയധികം അനുഗ്രഹമാണ്, സന്തോഷകരമാണ്. നമുക്ക് ജീവിപ്പാനുള്ളതായ എല്ലാവിധമായ നിർദ്ദേശങ്ങളും അതിൽ നിന്നും ലഭിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞതായ ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. ദൈവം തൻ്റെ സൃഷ്ടാവാണെന്നും ആ ദൈവത്തിന് മാത്രമേ തൻ്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുള്ളെന്നും തിരിച്ചറിഞ്ഞതായ ഒരു വ്യക്തി. അതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ആകണം. അതെ, എന്നെ സൃഷ്ടിച്ച ദൈവമാണെന്നും എൻ്റെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളെന്നും നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഈ ലോകത്തിലെ ഏതെങ്കിലും കമ്പനിയെ പോലെ നിന്നു പോകുന്ന ഒരുവനല്ല ദൈവം. അവൻ എന്നേക്കും ജീവിക്കുന്നവനാണ്.
മനുഷ്യൻ മാറിപ്പോയാലും, മലകൾ മാറിയാലും, പർവ്വതങ്ങൾ മാറിയാലും, ആകാശം ഒഴിഞ്ഞു പോയാലും ദൈവമോ ദൈവത്തിൻ്റെ വചനത്തിനോ യാതൊരു മാറ്റവുമില്ല എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുള്ള ഒരു ജീവിതം മാത്രമേ ഈ ഭൂമിയിൽ സന്തോഷകരമായി മാറുകയുള്ളൂ എന്നുള്ള ആ ഒരു വസ്തുത നമ്മൾ ഇന്ന് തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അബ്രഹാമിനെ കുറിച്ച് തന്നെയാണ് ചിന്തിച്ചത്. അബ്രഹാം ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നു. ദൈവം അബ്രഹാമിനോട് പറഞ്ഞതായ വാഗ്ദത്തം, അതെ, വീണ്ടും ദൈവം വാഗ്ദത്തം ഓർമ്മിപ്പിച്ചിരിക്കുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം, അബ്രഹാം എപ്പോഴും ദൈവത്തോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ ഈ 17-ാം അധ്യായം വരെയും വായിക്കുമ്പോൾ അബ്രഹാം എങ്ങനെയാണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിച്ചതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതേപോലെ തന്നെ ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവത്തോടുള്ള സംസാരത്തിൽ, ദൈവത്തോടുള്ള ആശയവിനിമയത്തിൽ, ദൈവവചനം വായിക്കുന്നതിലൂടെയുള്ളതായ ആ ഒരു ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മളായിരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ദൈവത്തിനു മുമ്പാകെ അംഗീകരിക്കപ്പെട്ടത്, ദൈവത്തിനു മുമ്പാകെ പ്രസാദമുള്ളതായ ഒരു ജീവിതമായിരിക്കും എന്ന് ഉള്ളതിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതായ ആ വാക്യത്തിൽ തന്നെയാണ് ഞാൻ ഇന്നും വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 19-ാം വാക്യം. അതിന് ദൈവം അരുളി ചെയ്തത്, അല്ല, നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും, നീ അവന് ഇസഹാക്ക് എന്ന് പേരിടണം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ സംശയിക്കുകയും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കാതെയും ഇരുന്നതായി അബ്രഹാമിനോട് ദൈവം വളരെ സാവധാനം പറഞ്ഞു കൊടുക്കുന്നു, അല്ല അബ്രഹാമെ, നീ ചിന്തിക്കുന്ന പോലല്ല, നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും, നീ അവന് ഇസഹാക്ക് എന്ന് പേരിടണം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പേരിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചിരുന്നല്ലോ. അബ്രഹാമിനോട് പറയുന്നു, നീ അവന് ഇസഹാക്ക് എന്ന് പേരിടണം. എന്തുകൊണ്ടാണ് അങ്ങനൊരു പേര് ദൈവം പറയുന്നത്? അവൻ ചിരിക്കുന്നു, അല്ലെങ്കിൽ ചിരിക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ് ഇസഹാക്ക് എന്ന പേരിന്റെ അർത്ഥമായിട്ടുള്ളത്. അത് സൂചിപ്പിക്കുന്നത് എന്താണ്? അത് സൂചിപ്പിക്കുന്നത് ഈ വാർദ്ധക്യത്തിലേക്ക് വന്നതായ, വളരെ വിഷണ്ണരായി മാറിയതായ ഈ അബ്രഹാമിനും സാറയ്ക്കും അവരുടെ ജീവിത സായാഹ്നത്തിൽ ചിരി സമ്മാനിക്കുവാൻ കഴിയുന്നതായ ഒരു പുത്രനാണ് അത് ഇസഹാക്ക് എന്നുള്ളത്. നമുക്കറിയാം, ഇസഹാക്ക് ഉണ്ടായിട്ടല്ല അവർ ചിരിച്ചത്, മറിച്ച് ഇസഹാക്കിനെ കുറിച്ചുള്ള വാഗ്ദത്തം ലഭിച്ചപ്പോഴേ അബ്രഹാം കവിണ്ണു വീണു ചിരിച്ചു. പിന്നീട് സാറായോട് ദൈവം ഈ വാഗ്ദത്തം ആവർത്തിക്കുമ്പോൾ അവളും ചിരിച്ചു. ദൈവം നീ ചിരിച്ചത് എന്തെന്ന് ചോദിക്കുമ്പോൾ അവൾ പിന്നീട് പറയുന്നുണ്ട്, ഞാൻ ചിരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഒരു കാര്യം സത്യമാണ്, നിങ്ങളുടെ ദുഃഖത്തെ ചിരിയായി മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. എൻ്റെ ജീവിതം, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ചിരിക്കാതെ പോകുന്ന ഒരു ജീവിതമായിരിക്കുമോ? നമ്മൾ സാധാരണയായിട്ട് പറയുന്നുണ്ട്, ഒന്ന് സന്തോഷിക്കാൻ പോലും കഴിയാത്തതായ അവസ്ഥയിലേക്കുള്ള ജീവിതമാകുമോ എൻ്റെ ജീവിതം? കാരണം ഞങ്ങൾക്ക് ഇതുവരെയും ഒരു സന്തതി ഉണ്ടായിട്ടില്ല. ഒരു സന്തതി ഉണ്ടാകുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഭാര്യ ഭർത്താവ് എന്ന നിലയിൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. എന്നാൽ നമ്മളിൽ നിന്നും സന്തതികൾ ഉണ്ടാകുമ്പോൾ അതെ, ആ ബന്ധം കൂടുതൽ സുദൃഢമായി തീരുന്നതായ അനുഭവങ്ങൾ. ഇത് വാസ്തവത്തിൽ അബ്രഹാം ആഗ്രഹിക്കുന്നു. തൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം എന്ന് ആണ് ആദ്യം അബ്രഹാം ചിന്തിച്ചതെങ്കിലും ദൈവത്തിന് തന്നോടുള്ള പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അബ്രഹാമിന് മനസ്സിലായി, ഇത് കേവലം ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യം മാത്രമല്ല, മറിച്ച് ഇത് ദൈവത്തിൻ്റെയും കൂടെ ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഭാവിയിൽ അതേ ഇസ്രയേൽ ജനതയ്ക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ വളരെ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇസഹാക്ക് എന്നുള്ള പേര് ദൈവം തന്നെ നിർദ്ദേശിച്ചിട്ട് പറയുന്നതായ ഒരു കാര്യമുണ്ട്. ഞാൻ അവനോടും അവന്റെ ശേഷം അവന്റെ സന്തതിയോടും എൻ്റെ നിയമത്തെ നിത്യനിയമമായി ഉറപ്പിക്കും എന്ന് പറഞ്ഞിട്ട്, ഇസ്മയേലിനെ കുറിച്ചും ഞാൻ നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, ഞാൻ അവനെ അനുഗ്രഹിച്ച് അത്യന്തം സന്താനപുഷ്ടിയുള്ളവനായി വർദ്ധിപ്പിക്കും. ഈ ഒരു വാക്യം നമ്മൾ കൂടുതൽ അടുത്ത ദിവസങ്ങൾ ചിന്തിക്കുന്നതാണ്. പക്ഷേ അവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു കാര്യവുമായിരിക്കാം. നോക്കൂ, ഇവിടെ ദൈവം അബ്രഹാമിനോട് പറയുന്നു, ഇസ്മയേലിനെ കുറിച്ചും ഞാൻ നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഇസഹാക്കിനെ കുറിച്ചുള്ള അപേക്ഷ അബ്രഹാമിനുണ്ട്, അതേപോലെ തന്നെ ഇസ്മയേലിനെ കുറിച്ചുള്ള അപേക്ഷയുണ്ട്. അതായത് അബ്രഹാം ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനായിരുന്നു. കേവലം കാത്തിരിക്കുന്നവൻ എന്നുള്ള അർത്ഥം മാത്രമല്ല
അബ്രഹാമിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. മറിച്ച് ഹി വാസ് എ മാൻ ഓഫ് പ്രയർ. അവൻ പ്രാർത്ഥിക്കുന്ന ഒരുവനായിരുന്നു. ആരെക്കുറിച്ച് പ്രാർത്ഥിച്ചു? അവൻ ഇസഹാക്കിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ അവൻ ഇശ്മായിലിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇശ്മയേൽ അബ്രഹാമിന് ഹാഗാറിലുള്ള സന്തതിയാണ്. പക്ഷേ അബ്രഹാമിന്റെ ഭാര്യയായ സാറയ്ക്ക് യാതൊരു വിധമായ സന്തോഷമോ സമാധാനമോ അല്ലെങ്കിൽ സ്നേഹമോ ഇശ്മായിലിനോടില്ല. അതേപോലെ തന്നെ ഹാഗാറിനോടുമില്ല. വല്ലാത്ത ഒരു പരിതസ്ഥിതി നമുക്ക് ആ ഭവനത്തിൽ കാണുവാൻ സാധിക്കും. പക്ഷെ എങ്കിലും അബ്രഹാം ഇശ്മായിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണെന്ന് നമുക്കിവിടെ പഠിക്കുവാൻ കഴിയുന്നുണ്ട്. അതിനർത്ഥം അബ്രഹാം ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു. വാസ്തവത്തിൽ ദൈവം അബ്രഹാമിന്റെ അടുക്കിലേക്കൊക്കെ ഇറങ്ങി വരികയും അബ്രഹാമിനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം അബ്രഹാം ഓൾവേസ് വാസ് ഇൻ ഗാഡ്സ് പ്രസൻസ്. അബ്രഹാം എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവസന്നിധിയിൽ എപ്പോഴും ഉണ്ടെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ എപ്പോഴും ദൈവമുഖത്തേക്ക് നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവത്തെ കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അതെ, ദൈവം നിങ്ങളോട് നിങ്ങളുടെ അടുക്കൽ വന്ന് സംസാരിക്കുകയും അതെ നമ്മളുമായി ചേർന്ന് നിങ്ങളുമായി ചേർന്ന് ദൈവം തൻ്റെ പദ്ധതികളെ ആവിഷ്കരിക്കുകയും ചെയ്യും. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇന്ന് ഈ ഭൂമിയിൽ ദൈവം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അടിസ്ഥാനമായിട്ടാണ് ദൈവം ചെയ്യുന്നത്. പ്രാർത്ഥനയ്ക്ക് അടിസ്ഥാനമായല്ലാതെ ഒരു പ്രവൃത്തിയും ദൈവം ചെയ്യുന്നില്ല. ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ അതെ, ആ വ്യക്തിയുമായി ചേർന്ന് ദൈവത്തിന് ചില പദ്ധതികൾ ചെയ്യാനുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്നോട് കൂടിയുള്ള വചനമാണ്. അതെ, നമ്മുടെ ജീവിതത്തിൽ ദൈവസ്ഥനിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി തീരണം. സാധാരണയായിട്ട് ഈ പ്രാർത്ഥിക്കുന്നവർ എന്നുള്ള വിഷയത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, ദൈവമേ എൻ്റെ വീട്ടിലെ അച്ചായനെയും അതെ അമ്മച്ചയെയും അതെ മക്കളെയും അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ അയൽവക്കങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ പള്ളി അനുഗ്രഹിക്കണമേ, അല്ലെങ്കിൽ ഞങ്ങളുടെ അയൽവക്കങ്ങളെ അനുഗ്രഹിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ എന്ന് പറയുന്ന പ്രാർത്ഥന അല്ലിത്. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സംഭാഷണമാണ്, ദൈവത്തോടുള്ള അപേക്ഷകളാണ്, നമ്മുടെ കൺസേൺസ് ആണ് നമ്മൾ പറയേണ്ടത്. അതേപോലെ തന്നെ ദൈവത്തിൻ്റെ കൺസേൺസും ദൈവത്തിൻ്റെ ആ ചിന്തകളും നമ്മൾ മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകം നമുക്ക് വേണ്ടതായ നിർദ്ദേശം നൽകുന്നുണ്ട്. നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ നീഡ്സ് എന്താണ്, ദൈവത്തിൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം, എന്നിട്ട് പ്രാർത്ഥിക്കണം. അബ്രഹാം അവിടെ പ്രാർത്ഥിക്കുന്നത് കേവലം തനിക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് താനുമായി ബന്ധപ്പെട്ട തൻ്റെ കുടുംബം, അതേപോലെ തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകൾ, അവിടെ ഹാഗാറിനെ കുറിച്ച് അബ്രഹാം പ്രാർത്ഥിക്കുന്നുണ്ടാകാം, ഇസ്മായിലിനെ കുറിച്ച് പ്രാർത്ഥിച്ചു എന്ന് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതേപോലെ തന്നെ തൻ്റെ സമ്പത്തിനെ കുറിച്ചും തൻ്റെ ദാസിദാസന്മാരെ കുറിച്ചും അതേ ദേശത്തെക്കുറിച്ചും സോദോമിനെ കുറിച്ചും ഒക്കെ പ്രാർത്ഥിക്കുന്നതായ ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം. നമ്മളും അതേപോലെ തന്നെ പ്രാർത്ഥിക്കണം. ചില രാജ്യങ്ങളെ വഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം, ചില വ്യക്തികളെ വഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. അതുകൊണ്ട് ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിയോടാണ് ദൈവം ആലോചനകൾ ചെയ്യാൻ ഇടയായിത്തീരുന്നത്. അതെ, നമ്മളുടെ ചീഫ് മിനിസ്റ്റർ ഡൽഹിയിലേക്ക് കടന്നുപോയി നമ്മുടെ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ പ്രധാനമന്ത്രിയെ സ്തുതിച്ചിട്ട് വരികയല്ലല്ലോ ചെയ്യുന്നത്, മറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ, തൻ്റെ കൺസേൺസ്, തൻ്റെ സംസ്ഥാനത്തിൻ്റെ കൺസേൺസ് അതേ പ്രധാനമന്ത്രിയോട് സംസാരിക്കുന്ന പോലെ, അതിൻ്റെ ഫലമായി പ്രധാനമന്ത്രി ചില പദ്ധതികൾ നിർദ്ദേശിക്കുന്ന പോലെ, നമുക്കൊന്നിച്ച് ചെയ്യാമെന്ന് പറയുന്ന പോലെ തന്നെ ദൈവം നമ്മളോട് പറയുന്നു, അതെ, ഐ ഹാവ് എ പ്ലാൻ, എനിക്കൊരു പദ്ധതിയുണ്ട്. ഇവിടെ ഇസഹാക്കിനെ കുറിച്ച് പറയുന്നു, ഇസഹാക്കിന്റെ പേരിനെ കുറിച്ച് ദൈവം പറയുന്നു. നോക്കൂ, അബ്രഹാമിനല്ല അതിന്റെ ഉത്തരവാദിത്വം ദൈവം കൊടുക്കുന്നത്, ദൈവം തന്നെ ആ ഉത്തരവാദിത്വം നിർവഹിച്ച് അവന്റെ പേര് ദൈവം നിശ്ചയിക്കുക, അവന്റെ പേര് ദൈവം നിശ്ചയിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതാണ് നമുക്ക് ദൈവത്തോടുണ്ടാകേണ്ട ശരിയായ ബന്ധം. ആ ബന്ധത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനും ദൈവവും തമ്മിൽ ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു പങ്കാളിത്ത പ്രവൃത്തിയിൽ ഏർപ്പെടുവാനിടയായിത്തീരും. ഞാൻ ദൈവത്തിൽ നിന്നും അന്യനായി മാറുന്നില്ല. ഞാൻ സ്വർഗീയ ഭവനത്തിൽ നിന്നും ഒഴിയപ്പെട്ടവനായിട്ടല്ല ഇരിക്കുന്നത്, മറിച്ച് ഞാനും ദൈവവും തമ്മിലുള്ള ഒരു പങ്കാളിത്ത പ്രവർത്തനത്തിലാണ് ഞാൻ ഏർപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ജീവിതം നമുക്ക് ദൈവത്തോടുണ്ടെങ്കിൽ എത്രത്തോളം നമ്മൾ ദൈവിക പദ്ധതിയുടെ ഭാഗമായിരിക്കും, എത്രത്തോളം നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കാൻ കഴിയും, എത്രത്തോളം നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിൽ വസിക്കാൻ കഴിയും. അതിന് നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. അതിന് നമ്മുടെ ഭാഗത്തു നിന്നും അതേ പരിശ്രമങ്ങളും അതേ പ്രാർത്ഥനയും ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അതിലേക്ക് നമ്മെ വഴി നടത്തുവാൻ ഇടയായി തീരും.
അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, അബ്രഹാമിനെ പോലെ അതെ, ഞങ്ങൾ ദൈവസന്നിധിയിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ, ഞങ്ങളുടെ കൺസേൺസ് എപ്പോഴും ദൈവത്തോട് അറിയിക്കുന്നവരും, ദൈവത്തിൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കുന്നവരും, ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരായിരിക്കാൻ ഞങ്ങളേവരെയും സഹായിക്കണമേ. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. അതേപോലെ തന്നെ ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.